ഹലോ, എല്ലാവർക്കും കൈപ്പയ്ക്ക വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളെ ആദ്യമായിട്ട് യു എയിൽ ഒരു ട്രിപ്പ് പോവാണ്. ഞങ്ങള് ഇപ്പൊ 1.5 വർഷം യു എയിൽ നമ്മളൊരു അഡ്വഞ്ചർ പോവാണ്. അപ്പം ബാക്കി അഡ്വഞ്ചർ തന്നെ. ഓക്കെ, കാണാം. ഹലോ, അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഇത് ആരാണെന്ന് പറഞ്ഞേ? ലച്ചു എന്റെ അപ്പച്ചിയുടെ മോളാണ്. ഇത് മാളുവിന്റെ മോളാണ് ലച്ചു. ഇത് മാളുവിന്റെ പുരുഷൻ, എന്റെ അളിയൻ അഭിജിത്ത്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്തുമ്പോഴേ എവിടെയാണെന്ന് പറയൂ കേട്ടോ. ഓക്കെ, ഹലോ. സംഭവം ചിപ്പി പറയും, ചേട്ടാ നമുക്ക് എവിടെയെങ്കിലും ടൂർ പോവാം, എനിക്കാണെങ്കിൽ തണുപ്പുള്ള രാജ്യത്ത് പോകണം, കാശ്മീരിൽ പോവാം. ഇത്തവണ നാട്ടിൽ പോകുന്നതിന് പകരം കാശ്മീരിൽ പോയൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് മാറ്റി. അതല്ലെങ്കിൽ ജോർജിയ പിന്നെ വന്ന അന്നോട്ട് കേൾക്കുകയാണ്. അങ്ങനെ ഞാൻ വിചാരിച്ച് ചിപ്പി ഒത്തിരി തണുപ്പിക്കാം. അപ്പോൾ നോക്കാം. സംഭവം എന്താ, ഇതിനകത്തേക്കാണ് കയറാൻ പോകുന്നത് കേട്ടോ. അല്ല, കിടിലം -4 മഞ്ഞാണേ. ഇതിനകത്ത് ചിപ്പിയെ കയറ്റാൻ പോവാ. ഹലോ. അങ്ങനെ ഞങ്ങള് ഇന്ന് സ്കീ ദുബായിലേക്ക് വന്നേക്കാണ്. ഞങ്ങളത് ഐസ് വേൾഡ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ജിനിഷേട്ടൻ്റെ കസിന് ഫാമിലിയുടെ കൂടെ ഞങ്ങൾ വന്നേക്കാണ്. അപ്പോൾ ഞങ്ങളത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളങ്ങനെ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ജസ്റ്റ് പാസ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനായിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ ഡ്രസ്സ്, അവർ തന്നെ ഹെൽമെറ്റ്, ഷൂസ് ഇതെല്ലാം തരും. അപ്പോൾ അതിൻ്റെ സൈസൊക്കെ നോക്കിയിട്ട് നമുക്ക് കയറണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഇവിടെ സ്റ്റാർട്ടിങ് രാവിലെ 10 മുതൽ വൈകിട്ട് രാത്രി 11 മണി വരെയാണ്. അപ്പം നമ്മളെടുത്തേക്കുന്ന പാസിനകത്തേക്ക് അൺലിമിറ്റഡ് ആണ്. നമുക്ക് 10 to 11 എപ്പോൾ വേണോ അതിനകത്ത് നിൽക്കാം, എത്ര സമയം വേണമെങ്കിലും നിൽക്കാം, ഇറങ്ങാം. അങ്ങനെയാണ്. ഞങ്ങൾക്ക് അറിയില്ല എത്രത്തോളം ടൈം അതിനകത്ത് നിൽക്കാൻ പറ്റുമെന്ന്. ഞങ്ങൾ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ റെഡിയാക്കിയിട്ട് അകത്ത് കയറിയിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ വരുന്ന വഴി കാണാം. അപ്പോൾ നമുക്ക് അതിനകത്തൊക്കെ വരാം. നമ്മുടെ ഈ കൈ കിട്ടിയിരിക്കുന്ന സംഭവം സ്കാൻ ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഗ്ലൗസ് കളക്ട് ചെയ്യണം. താങ്ക് യു. ബാക്കി നെക്സ്റ്റ് അടുത്ത വെയിറ്റിംഗ് ആണോ? ലച്ചു ഹാപ്പി ആണോ? ഐസ് ഇഷ്ടമാണോ? ഓക്കെ, ഞങ്ങൾ എങ്ങോട്ടാ ഇപ്പൊ കേറാൻ പോകുന്നത്? എങ്ങോട്ടാ? എങ്ങോട്ട്? ഓക്കെ, റെഡി? ഞങ്ങൾ ഇതൊക്കെ കളക്ട് ചെയ്തു. ഇനി അടുത്ത ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ലച്ചു അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറാൻ പോവാണ്. ജീപ്പി ഫുൾ ഒരു വേറെ മോഡിലാണ് കേട്ടോ. ഇപ്പം സ്കാനിങ് നടക്കുക അകത്തേക്ക് കയറാനുള്ള.
ഹലോ, അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. വേറെ ലെവൽ കേട്ടാ. അയ്യോ നടുവടിച്ച. In the world, there are 18 species of penguins. Okay. If you watch the movie Happy Feet, that's the biggest penguin. It's called Emperor. It's 4 feet tall. And the smallest, Little Blue in Australia, just 1 kilogram penguin. Together with my colleague Mark Spencer, I got Dennis over there. Okay, so here at Ski Dubai, we are composed of 14 trainers all over the world and summing up a total experience 350 years plus of training theory. Okay, so Mark, bring out his favorite penguin. This is a girl, Jinko penguin, third largest penguin, and her name is Sheila. Can you say hi, Sheila? Hi, Sheila. Sheila is already like 15 years old, and she's one of the smallest Jinko penguin we have. She weighs less than 5 kilograms. They can weigh from 4 to 8 kilograms. It's pretty small, but in the penguin house, we have the third largest penguin, Jinko. Jinko penguins are very famous from the movie Mr. Popper's Penguin or Penguins of... Okay, I'm going to ask you one question for one lucky winner. Okay. I know you're listening attentively because we're not going to choose you. Okay. My colleagues Dennis and Mark. Okay. At the end of the timing, 5 minutes. Go to the meeting point. Ask the access control. This is not to encounter if you book for private. ചിപ്പിക്ക് പെങ്കിനെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എണീറ്റ് പോ ചിപ്പി, അവിടെ കിടന്ന് കളിക്കാതെ എണീറ്റ് പോ. ഒന്ന് എണീറ്റ് പോ ചിപ്പി, ആൾക്കാർ നോക്കുന്നു കേട്ടോ. പറ്റും പറ്റും ചിപ്പി, എണീ ഒന്നര ശ്രമിച്ചാണ്. Let's go! ഹലോ, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ജിതിഷേട്ട ഒക്കെ പറയണേ, പക്ഷെ ഉറക്കെ പറയാൻ പറ്റുന്നില്ല. വാഴയുടെ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഫ്രീസായിട്ടിരിക്കാം, ഒരു രക്ഷയില്ല. നമ്മൾ അടിച്ചു പൊളിക്കാം. ഓരോ ഫോട്ടോസ് ഇടയ്ക്ക് ഇങ്ങനെ സ്നോഫാളൊക്കെ ഉണ്ട്. എന്തായാലും അടിപൊളി അടിപൊളി അടിപൊളി. ഇനി ജോർജിയ പോണോ? ജോർജിയ പോണം. ഈ ഐസ് വേറെ ലെവൽ കേട്ടാ, പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചെയർ ലിഫ്റ്റ് റൈഡിലേക്ക് പോവാം. ചെയർ ലിഫ്റ്റ് റൈഡ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പെൻഗിനെ കാണാൻ പോകും. പെൻഗിനെ ഒന്ന് പിടിക്കാം. പെൻഗിനെ പിടിച്ചിട്ട് നമുക്ക് സൈഡിക്കാം. അങ്ങനെ കേറാൻ പോവാ.
നമ്മൾ രണ്ടുപേരും മാത്രം. നമുക്ക് ഇങ്ങനെ ഇരിക്കുമെങ്കിലേ കുറച്ച് പേടിയാവും. നല്ല ഹൈറ്റിലാണ് ഇത് പോകുന്നത് താഴോട്ട്. അപ്പം അതൊക്കെയാണ് പോകുന്നത്, പക്ഷെ എന്നാലും പേടിയാവും. അടുത്തതാ ഇവിടെ 2 മണിയായി കേട്ടാ. ഞങ്ങളെ പെങ്കിൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പെങ്കിനെ കണ്ടു. പെങ്കിനെ ഒന്ന് പിടിക്കാൻ പറ്റുമോ നോക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. പെങ്കിനെ അടുത്ത് കണ്ട് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാ. ഇത് പെങ്കിനെ കാണുന്നതിന് മുമ്പുള്ള ക്ലാസ്സാണ്. അതിനെ കാണുമ്പോൾ നമ്മൾ ഇടപെടേണ്ട രീതികളും എല്ലാം ഇതിലുണ്ട്. പെങ്കിനെ പിടിച്ച ശേഷം എടുത്ത ഫോട്ടോകൾ. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഈ വ്ലോഗ് തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. സംഭവം അവർ വിചാരിച്ചു ഇത് കളിയാണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അനങ്ങി. അപ്പം ഇനി കഴിച്ച ശേഷം ബാക്കി ഹലോ. അടുത്ത ഇനി നമ്മളിതാ ഇതാണ് പരിപാടി. കാണാം. കണ്ടോ, സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും തണുപ്പ്. കാനഡയിലും UK യിലൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ച് ഇത് -6 ആണ് കേട്ടോ. ഇതിലിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോവും. മാളോ ചിപ്പി അളിയാ ഒരു രക്ഷയില്ല കേട്ടാ. എന്തായാലും ഇത് കാണുന്നവർ ഇവിടെ വരിക. പൊളിച്ച് ചീപ്പി
ഞങ്ങൾ അവസാനം ഇതിൽ കയറാൻ വേണ്ടിട്ട് വന്നല്ലേ ജിതീഷ് ചേട്ടാ? യെസ്. സംഭവം എന്താ, ഇങ്ങനെ കയറി ഒരൊറ്റ ചാട്ടം ചാടി ഇങ്ങനെ കൈ രണ്ടും മുകളിൽ വെച്ച് കിടക്കണം. അപ്പോൾ അതിനകത്തെ ഫോണും വെച്ച് കിടക്കാന്നായിരുന്നു പ്ലാൻ. പക്ഷെ അത് നടക്കൂല, എല്ലാം ഒടിയും. പറ്റുമെങ്കിൽ ചിപ്പി നൂന്നിരുന്ന് അങ്ങ് പോ. ഹലോ, ഞങ്ങൾ രാവിലെ 11 മണിയായപ്പോൾ എത്തിയതാണ്. ഇപ്പോൾ സമയം ഒരു 5:30 മണിയായി. ഏതാണ്ട് ഒരു പരുവായി. അപ്പോഴത്തേക്കും നമ്മുടെ പാക്കേജിലെ പറയൂ ചിപ്പി. ഓ, എന്തോന്ന് ചിരി ഇത്. ഇടി പറയടി 2 വാക്ക്. ആ, അത് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ്. Okay, 2, 3. All with cream and marshmallows. There is guest, sir. Yeah. ചൂടാണ്. ഓ, നാഷ്മൽ എല്ലാം തിന്ന് തീർത്ത് പത്തേന്. No, they have layers of insulation. They have leash or feathers. And same goes, that's why they look round, big, because they're covered with fat called the blubber. So these are the things that they use to keep themselves. So let's talk about the small penguin. They're very, very playful. Athena, this is what you call gentry penguin. They're the 3rd biggest penguins in the world. Is there anyone here remember or seen the movie Mr. Popper's Penguins or the Penguins of Madagascar? Isn't it? That's what they look like in real life. They're very playful, they're very agile, and actually they എങ്ങനെയുണ്ട് ജിതീഷ് ചേട്ടാ? സൂപ്പറായിരുന്നു കേട്ടോ. പരിപാടി കഴിഞ്ഞ് രാത്രി ഒരു 7:15 പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് മതിയായി. തളർന്നു. രാവിലെ 11 മണിക്ക് കയറി, ഇപ്പൊ 7:30 മണിയായി. പരിപാടി നിർത്തി പോകണം. നാളെ വെളുപ്പിന് 4 മണിക്ക് ഡ്യൂട്ടിയുണ്ട്.